നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്ന വിഷയം, അതായത് വേഴത്തിന്റെ രാശിമാറ്റം മൂലം ശനിദോഷം തീരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ശനിദോഷം അനുഭവിക്കുന്ന പല നക്ഷത്രങ്ങളുണ്ട്. ഏഴര ശനി, ജന്മശനി, അഷ്ടമശനി, കണ്ടകശനി, ഇതൊക്കെ. അതുകൂടാതെ ജാതകത്തിൽ ശനിദോഷം അനുഭവിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ശനിദോഷം തീരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വേഴത്തിന്റെ വിശേഷ ദൃഷ്ടി കൊണ്ടാണ് അത് തീരുന്നത്. വേഴത്തിന് വേഴത്തിന് 9ാം ഭാവത്തിലേക്ക് നോക്കാൻ വിശേഷ ദൃഷ്ടിയുണ്ട്. അതായത് വേഴത്തിന് 9ാം ഭാവത്തിലേക്ക് വിശേഷ ദൃഷ്ടിയുണ്ട്. ഇപ്പൊ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വേഴം തന്റെ 9ാം ദൃഷ്ടി കൊണ്ട്, അതായത് വിശേഷ ദൃഷ്ടിയാണ് 9. ആ വിശേഷ ദൃഷ്ടി കൊണ്ട് 9ാം ഭാവമായ മീനത്തിലേക്ക് വേഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ മീനത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷങ്ങൾ ഇപ്പോൾ തീരുന്നു. അത് വേഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന സമയം വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ ദോഷം വീണ്ടും പഴയപടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം വേഴത്തിന്റെ ദൃഷ്ടി എവിടെ പതിക്കുന്നുവോ അവിടെ ആ സ്ഥലം ശുദ്ധമാവും. അതുകൊണ്ടാണ്. അപ്പോ വേഴം ഇപ്പോൾ കർക്കിടകൻ രാശിയിൽ ഒക്ടോബർ 31 വരെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് വേഴത്തിന് തന്റെ സ്പെഷ്യൽ ദൃഷ്ടി കൊണ്ട്, അതായത് വിശേഷ ദൃഷ്ടി കൊണ്ട് ദോഷങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ വേഴം എന്ന് പറഞ്ഞ ദേവഗുരുവായ ബൃഹസ്പതി, അതായത് വേഴം തന്റെ ദൃഷ്ടി പതിപ്പിക്കുന്ന ബൃഹസ്പതി തന്റെ ദൃഷ്ടി പതിപ്പിക്കുന്ന സ്ഥലങ്ങളെല്ലാം ശുദ്ധമാക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ ഇപ്പോ ശനിദോഷം അനുഭവിക്കുന്നവര് ആരൊക്കെയാണ്? ഏഴര ശനി ദോഷം അനുഭവിക്കുന്നവര്, കണ്ടകശനി ദോഷം അനുഭവിക്കുന്നവര്, അഷ്ടമശനി ദോഷം അനുഭവിക്കുന്നവര്. അതുകൂടാതെ ജാതകത്തില്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ ഏഴര ശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ്? കുംഭക്കൂറിലെ നക്ഷത്രക്കാർ, മീനക്കൂറിലെ നക്ഷത്രക്കാർ, മേടക്കൂറിലെ നക്ഷത്രക്കാർ. ഇവരാണ് ഇപ്പൊ ഏഴര ശനി അനുഭവിക്കുന്നത്. അതാരൊക്കെയാണ്? അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. അത് ഈ കുംഭക്കൂറിലെ നക്ഷത്രങ്ങളാണ്. ഇനി മീനക്കൂറിലെ നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രിട്ടാതി, രേവതി. ഇത് മീനക്കൂറിലെ നക്ഷത്രങ്ങളാണ്. ഇനി മേടക്കൂറിലെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഈ നക്ഷത്രങ്ങൾ മേടക്കൂറിലാണ്. ഇവർ ഇപ്പോൾ ഏഴര ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവരുടെ ഏഴര ശനിയുടെ ദോഷങ്ങൾ വേഴം തീർത്തു തരുന്നു. ഇനി കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ അതാരൊക്കെയാണ്? ധനിക്കൂറിലെ നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാലി. ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് കണ്ടകശനിയാണ്. കന്നിക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ, അതായത് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, ഇവര് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളാണ്. ഈ കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ്. അതുകൂടാതെ മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളെ ഏതൊക്കെയാണ്? മകീരം, മര, തിരുവാതിര, ഉണർദം, മുക്കാലി. ഇത് മിഥുനക്കൂറിലാണ്. ഇവർക്കും കണ്ടകശനിയാണ്. ഇവരുടെയും കണ്ടകശനി ഇപ്പോൾ മാറുന്ന അവസ്ഥയാണ്. അതുകൂടാതെ അഷ്ടമശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം, കാലി. ഇത് അഷ്ടമ ശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഇവരുടെയും അഷ്ടമശനി ദോഷം മാറുന്നതാണ്. അപ്പൊ ശനി മൂലം ഉണ്ടാകുന്ന അനാവശ്യമായ ഭയം, തൊഴിൽ തടസ്സങ്ങള്, ദാമ്പത്യ കലഹങ്ങള്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇപ്പോൾ പരിഹാരമാവുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് പെട്ടെന്ന് നടക്കാനും സാധ്യതയുണ്ട്. മീനത്തിൽ നിൽക്കുന്ന ശനിയെ വേഴം തന്റെ വിശേഷമായ 9ാം ദൃഷ്ടി കൊണ്ടാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വന്ന് സംഭവിക്കുന്നത്, ശനിയുടെ ദോഷം തീരുന്നത്. അതുകൂടാതെ ഇപ്പോ ഓരോരുത്തർക്കും ജാതകത്തിലും ശനി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഇപ്പൊ മൊത്തത്തിൽ ശനിയെ
വേടൻ ദൃഷ്ടി ചെയ്യുന്നതിനാൽ എല്ലാവിധ ശനിദോഷങ്ങളും ഓരോരുത്തരുടെയും മാറിക്കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇപ്പൊ ഏഴര ശനി ഉണ്ടോ, കണ്ടക ശനി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിനെ വിലയിരുത്തണം. പിന്നെ ചിലവർക്ക് ഗ്രഹനില അനുസരിച്ച് ചില വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ശനിദോഷം തീരുന്ന ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.